ഇവിടെ കൊച്ചി 54 കിലോമീറ്ററിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ദുബായ് രജിസ്റ്റേർഡ് വണ്ടി ഇത് ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഓടിച്ചു വന്ന വണ്ടിയാണ് നമ്മൾ എടുക്കണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈനയിലെ നമ്പർ പ്ലേറ്റ്, കണ്ടില്ലേ? അവിടുത്തെ ടെമ്പററി ആയിട്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് എടുക്കുന്നതാണ് അവിടെ ചൈനയിൽ. ഏത് വണ്ടി, അതായത് ചൈനയുടെ പുറത്തുള്ള ഏത് വണ്ടി ചൈനയിൽ കയറിയാലും ഇങ്ങനത്തെ ഒരു നമ്പർ പ്ലേറ്റ് വേണമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ഇവർ വന്ന റൂട്ടാണ് നമ്മുടെ UAE നിന്ന് ഇറാൻ, ഇറാനിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ. വാട്സ്ആപ്പ് നൻപ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് മണ്ണുത്തിയിലാട്ടോ. മണ്ണുത്തിയിൽ ഇപ്പോൾ സമയം ഏകദേശം 10:15 10:18 ഇപ്പോൾ സമയം. അപ്പം നമ്മളിപ്പോൾ പോണത് പാലക്കാട് വാളയാർ വരെ പോവാണ്. നമ്മുടെ ജാസിം ബ്രോ ഉണ്ടല്ലോ, നമ്മുടെ ദുബായിൽ വെച്ച് കണ്ട നമ്മുടെ ജാസിം ബ്രോ പാലക്കാട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോട്ടക്കലിൽ നിന്ന്. അപ്പോൾ ഞാനിപ്പോൾ പോണത് പാലക്കാട് നമ്മുടെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് മീറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ ജാസിം ബ്രോ പറഞ്ഞിട്ടുള്ളത് നമ്മളോട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതേ വണ്ടി റിസർവ് ആയി 90 കിലോമീറ്ററേ പോവുള്ളൂ. അപ്പോൾ ഹൈവേ കയറാനായിട്ട് മുന്നേ എന്തായാലും നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ ഹൈവേ കയറുന്നാണെങ്കിൽ പിന്നെ പെട്രോൾ അടിക്കാനുള്ളൊരു മൂഡ് വരില്ല. അപ്പം നമ്മൾ വാളയാർക്ക് പോണതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ഇൻ്റർനാഷണൽ റൈഡ് എങ്ങനെ പോകാൻ ഉദ്ദേശിച്ചോ അതേപോലെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഇൻ്റർനാഷണൽ റൈഡ് ചെയ്തിട്ട് ദുബായ് രജിസ്റ്റേർഡ് വണ്ടി കേരളത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ബിനു ബ്രോവും രഞ്ജിത്ത് ബ്രോ ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരിപ്പോൾ ഇന്ന് കേരളത്തിലെത്തും. ഇന്ന് ഇപ്പോൾ വാളയാർ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാസിം ബ്രോ പാലക്കാട് നിന്ന് മീറ്റ് ചെയ്യും നമ്മൾ. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ടാണ് അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വാളയാർ പോണത്. ദുബായ് രജിസ്റ്റേർഡ് വണ്ടി അവർ ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ പോയിട്ടില്ല, കിർഗിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ, അങ്ങനെയാണ് വന്നത് കേട്ടോ അവർ. അങ്ങനെ ഫൈനലി നമ്മുടെ ജാസിം ബ്രോ വന്നു. നമ്മുടെ ജാസിം ബ്രോ വന്നത് പഴയ മോഡൽ ഹിമാലയനായിട്ടാണ് വരുന്നത്. അപ്പോൾ ചൂട് കുറവുണ്ട്. ഇനി ഡെവലപ്പായി വരാനുള്ളത് ചൂട്. കുറേ റൈഡേഴ്സ് പോകണ്ട അങ്ങോട്ട് ആ സൈഡിൽ. കുറച്ച് ആ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് മുന്നിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ജാസിം ബ്രോയുടെ ഹിമാലയൻ്റെ കേബിള് പൊട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്താൻ കുറച്ച് ലേറ്റായി. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം. നമ്മളിവിടെ 11 മണിക്ക് എത്തിയുള്ളതാണ് ഇവിടെ. ഞാൻ ജാസിം ബ്രോ എത്താൻ 1 മണിക്കൂറും കൂടിയും ലേറ്റായി. അപ്പോൾ നമ്മളങ്ങനെ ജ്യൂസ് കുടിക്കാൻ നിർത്തിയതാണ്. അപ്പം നമ്മളവിടെ നിന്ന് കുടിച്ചത് തണ്ണിമത്തൻ ജ്യൂസും വെജിറ്റേറിയൻ പപ്സുമാണ്. കാരണം വെജിറ്റേറിയൻ കുടിക്കാൻ കാരണം ഞാൻ ഈ മാസം നമ്മൾ മലയ്ക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെജ് കഴിച്ചത്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ നൈസായിട്ട് കുറച്ച് സ്നാക്സും കാര്യമൊക്കെ കഴിച്ചിട്ട് നമ്മളിത് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു വാളയാർക്ക്. ഇവിടുന്ന് ഏകദേശം 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ വാളയാറെത്തും. ഇവിടെ കൊച്ചി 54 കിലോമീറ്ററിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ദുബായ് രജിസ്റ്റേർഡ് വണ്ടി ഇത് ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഓടിച്ചു വന്ന വണ്ടിയാണ് നമ്മുടെ ദുബായ് രജിസ്റ്റേർഡ് കാർ. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? ഇത് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ പാലക്കാട് 22 കിലോമീറ്റർ കാണാം. അപ്പോൾ ആ ഒരു ടോൾ റോഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെയാണ് നമ്മുടെ ദുബായ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ രഞ്ജിത്തേട്ടനും നമ്മുടെ ബിനുവേട്ടനും കൂടിയിട്ട് ദുബായിൽ നിന്ന് ചൈന വഴി വണ്ടി ഓടിച്ചു വന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ദിവസമാണ് ദുബായ് രജിസ്റ്റേർഡ് വണ്ടി ഇപ്പോൾ കേരളത്തിൽ. അപ്പോൾ രഞ്ജിത്തേട്ടാ, ബിനുവേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഡ്രൈവ് ദുബായിൽ? അടിപൊളിയായിരുന്നു. കാരണം പല ടെറൈൻ കൂടെ വന്നതല്ലേ. അതെ, അധികം എനിക്ക് തോന്നുന്നു നമ്മൾ മോർ ദാൻ 50% മലയിൽ കൂടെ വണ്ടി ഓടിച്ചു അല്ലേ? മോർ ദാൻ 50%. ഈവൻ ഇപ്പോൾ നമ്മുടെ മഞ്ഞ് പെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിർഗിസ്ഥാനിലുണ്ടായിരുന്നു. അതിലും മഞ്ഞ് കിട്ടി. ബാക്കിയുള്ള ടെമ്പറേച്ചറൊക്കെ ഏകദേശം 5-ന്റെയും 0-ന്റെയൊക്കെ ഇടയിലായിരുന്നു. അതല്ലേ. അപ്പോൾ നമ്മൾ ചൈനയിൽ കയറുമ്പോൾ കുറച്ച് വിസയുടെ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് വേണം, പിന്നെ നമുക്ക് ലൈസൻസ് വേണം. ഈ രണ്ടും
അവര് സെറ്റ് ചെയ്തിട്ട് വേണം തരാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും മറ്റേ വണ്ടീനെ കസ്റ്റം ക്ലിയർ ചെയ്ത് ഇറക്കാൻ ഒരു ദിവസം എടുത്തു. ഓക്കെ. രണ്ടാമത്തെ ദിവസം ലൈസൻസ് കിട്ടിയുള്ളൂ. മൂന്നാമത്തെ ദിവസം നമുക്ക് സെപ്പറേറ്റ് നമ്പർ പ്ലേറ്റ് അവിടെ നിന്ന് നമ്മൾ എടുക്കണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈനയിലെ നമ്പർ പ്ലേറ്റ്, കണ്ടില്ലേ? അവിടുത്തെ ടെമ്പററി ആയിട്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് എടുക്കുന്നതാണ് അവിടെ ചൈനയിൽ. ഏത് വണ്ടി, അതായത് ചൈനയുടെ പുറത്തുള്ള ഏത് വണ്ടി ചൈനയിൽ കയറിയാലും ഇങ്ങനത്തെ ഒരു നമ്പർ പ്ലേറ്റ് വേണമല്ലേ? കാരണം എല്ലായിടത്തും ടോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോള് പൈസ അടയ്ക്കുന്നത്. അത് ഏകദേശം $150-$200 നമ്മൾ ടോൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി എത്ര ദിവസം നാളുണ്ടാവും നമ്മുടെ ദുബായ് വണ്ടി കേരളത്തിൽ? 20 days മാക്സിമം. ഓക്കെ. അപ്പോൾ ഇനി ഈ വണ്ടി നേരെ തൃശ്ശൂർക്കല്ലേ പോകുന്നത്? വണ്ടി പാലക്കാട് പോയി തൃശ്ശൂർ. അപ്പോൾ എവിടെയാണ് നമ്മുടെ സ്ഥലം? പുല്ലേഴിൽ, അയ്യന്തോളിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാരാണ്, ഞാൻ ഗുരുവായൂരാണ്. അപ്പോൾ നമ്മുടെ അയ്യന്തോളുകാരാണ് നമ്മുടെ ദുബായിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് തൃശ്ശൂർ വരെ വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ദുബായ് വണ്ടി പാലക്കാട് വാളയാർ ബോർഡറിലാണ് നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഈ ബോർഡർ, ഈ ടോൾ റോഡ് സ്റ്റാർട്ടിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഈ വണ്ടികൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവരെ വെൽക്കം ചെയ്തു. എന്തായാലും ഇവരെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ഇവർ വന്ന റൂട്ടാണ്. നമ്മുടെ UAE നിന്ന് ഇറാനിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ. അപ്പം അങ്ങനെ നമ്മുടെ ദുബായ് വണ്ടി നമ്മുടെ മുന്നിൽ പോകുന്നുണ്ട്. അവരെ വെൽക്കം ചെയ്തു നമ്മൾ വാളയാർന്ന്. വണ്ടി ഒരു മാസം ഇവിടെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ തൃശ്ശൂർ ഉണ്ടാവും കേട്ടോ വണ്ടി, ദുബായ് റഷഡ് വണ്ടി.